കൊച്ചി കുമ്പളം കായലിൽ നിന്നും സംശയാസ്പദമായ നിലയിൽ നാട്ടുകാർക്ക് ഒരു നീല വീപ്പ ലഭിക്കുന്നു. ദുർഗന്ധം വമിച്ചതോടെ കോൺക്രീറ്റ് ഇട്ട് മൂടിയ ആ വീപ്പ തകർത്ത് പരിശോധിക്കുന്നു. അതിനുള്ളിൽ ഒരു സ്ത്രീയുടെ ശരീരാവശിഷ്ടങ്ങളായിരുന്നു. സംഭവം ഒരു കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിലും ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ടത് ആരാണെന്നോ കൊല നടത്തിയത് ആരാണെന്നോ കണ്ടെത്താനുള്ള ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചില്ല. എന്നാൽ മൃതദേഹത്തിൽ നിന്നും ലഭിച്ച ചെറിയൊരു തുമ്പിൽ നിന്നുമാണ് പോലീസ് ആ കേസ് തെളിയിക്കുന്നത്. കുമ്പളം ശകുന്തള കൊലപാതക കേസിലെ നാൾ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. 2017 ഡിസംബർ 16 കൊച്ചി കുമ്പളം കായലിൽ നിന്നും ശുചീകരണത്തിനിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു നീല നിറത്തിലുള്ള വീപ്പ ലഭിക്കുന്നു. വളരെ ഭാരമേറിയ ഈ വീപ്പ തൊഴിലാളികൾ പുറത്തേക്കെടുത്ത് പരിശോധിച്ചുവെങ്കിലും കട്ടിയേറിയതായതിനാൽ അതിനുള്ളിൽ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. മൂർച്ചയേറിയ ആയുധം കൊണ്ട് പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. തുടർന്ന് ആ വീപ്പ അവർ അടുത്ത പറമ്പിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. എന്നാൽ ഈ വീപ്പ നാട്ടുകാർക്കിടയിൽ വലിയ സംശയം ജനിപ്പിച്ചു. ആളുകൾക്കിടയിൽ അത് വലിയൊരു ചർച്ചയായി മാറി. ദിവസം കൂടുന്തോറും ആ വീപ്പയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ ഇത് പോലീസിനെ അറിയിച്ചു. എന്നാൽ ആദ്യമൊന്നും പോലീസ് ഇത് മുഖവിലക്കെടുത്തില്ല. സംഭവത്തിൽ മാധ്യമങ്ങൾ ഇടപെട്ട് കൂടുതൽ ശ്രദ്ധ നേടിയതോടെ 2018 ജനുവരി 8 പോലീസ് ആ വീപ്പ പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം 2 പോലീസുകാരാണ് അവിടേക്ക് എത്തുന്നത്. സംഗതി ഗൗരവമാണെന്ന് മനസ്സിലായതോടെ പനങ്ങാട് സി ആയിരുന്ന സിബി ടോമിനെ വിവരമറിയിച്ചു. തുടർന്ന് കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തി വീപ്പ പൊട്ടിച്ചപ്പോൾ ആദ്യം കണ്ടത് ഒരു കയറിന്റെ കഷ്ണമായിരുന്നു. വൈകാതെ തന്നെ മനുഷ്യന്റേതെന്ന് തോന്നിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്താൻ തുടങ്ങി. ചില അസ്ഥികൾക്കിടയിൽ മാംസപേശികളും ഉണ്ടായിരുന്നു. തലയോട്ടിയോട് ചേർന്ന് നല്ല കനത്തിലുള്ള മുടിയുടെ അവശേഷിപ്പുകളും കണ്ടെത്തി. അതെ, ആ വീപ്പയ്ക്കുള്ളിൽ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇതിനു പുറമെ പഴയ നിരോധിച്ച 500 രൂപയുടെ 3 നോട്ടുകളും ഒരു 100 രൂപയുടെ നോട്ടും ഒരു വെള്ളി അരഞ്ഞാണവും ഏതാനും ചില തുണിക്കഷണങ്ങളും ആ വീപ്പയിൽ നിന്നും ലഭിച്ചു. എന്നാൽ ഒറ്റനോട്ടത്തിൽ മൃതദേഹം സ്ത്രീയുടേതാണോ അല്ലെങ്കിൽ പുരുഷന്റേതാണോ എന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ അന്വേഷണം വഴിതെറ്റിക്കാൻ കുറ്റവാളികൾ അതിൽ പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെയാണ് ഫോറൻസിക് തെളിവുകളെ ആശ്രയിക്കാനായി പോലീസ് തീരുമാനിക്കുന്നത്. പിന്നാലെ DNA പരിശോധനയ്ക്കുള്ള സാമ്പിളുകളും അയച്ചു. അതോടൊപ്പം കിട്ടിയ മറ്റ് അവശിഷ്ടങ്ങളിൽ നിന്നും തെളിവുകൾ സൃഷ്ടിക്കാനും പോലീസ് തീരുമാനിച്ചു. മൃതദേഹത്തിൽ നിന്നും ലഭിച്ച 500 രൂപ നോട്ടുകൾ രാജ്യത്ത് നിരോധിച്ചത് 2016 നവംബർ 8 അതുകൊണ്ട് തന്നെ കൊലപാതകം നടന്നത് ഒരുപക്ഷെ നവംബർ 8 മുന്നേ ആയിരിക്കാമെന്ന് പോലീസ് ഉറപ്പിച്ചു. കൂടാതെ DNA പരിശോധനയിൽ നിന്നും കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീയാണെന്നും 50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളാണെന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. മൃതദേഹത്തിൽ നിന്നും കിട്ടിയ അരഞ്ഞാണത്തിന്റെ നീളം വെച്ച് കൊല്ലപ്പെട്ട സ്ത്രീ ഒരു മെലിഞ്ഞ ആളാണെന്ന അനുമാനത്തിലേക്കും പോലീസ് എത്തി. എന്നാൽ കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരു തെളിവുകളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചെറിയൊരു തുമ്പെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഫോറൻസിക് സർജനായ ഡോക്ടർ ഉമേഷ് അവശിഷ്ടങ്ങൾ ഓരോന്നും സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആദ്യ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടുവെങ്കിലും ആവർത്തിച്ചുള്ള പരിശോധനയ്ക്കിടെ കൊലപാതകത്തിന്റെ വഴിത്തിരിവിലേക്ക് നയിച്ച ആ പ്രധാനപ്പെട്ട തെളിവ് കണ്ടെത്തി. അസ്ഥികൂടത്തിന്റെ ഇടത് കണങ്കാലുകൾക്കിടയിൽ നിന്നും ലഭിച്ച ഒരു സ്ക്രൂ ആയിരുന്നു അത്. 6.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു മാലിയോളാർ സ്ക്രൂ. ആ സ്ക്രൂവിൽ എന്തോ എഴുതിയതായും കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ ഒറ്റനോട്ടത്തിൽ അത് വായിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഫോട്ടോഗ്രാഫറെ വിളിച്ച് ഫോട്ടോയെടുത്ത് സൂം ചെയ്തു നോക്കി. അതിൽ എഴുതിയിരുന്നത് പിറ്റ്കാർ എന്ന ഇംഗ്ലീഷിലും പിന്നെ ഒരു 7 അക്ക നമ്പറുമായിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ പിറ്റ്കാർ എന്നത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിൽക്കുന്ന പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെന്ന് കണ്ടെത്തി. എല്ലുകൾ ശസ്ത്രക്രിയ വഴി കൂട്ടിയോജിപ്പിക്കാൻ സഹായിക്കുന്ന ഈ പിരിയൻ ആണികളുടെ ബാച്ച് നമ്പറായിരുന്നു ആ 7 അക്ക നമ്പർ. ആ ബാച്ചിൽ നിർമ്മിച്ച 36 സ്ക്രൂകളിൽ 12 എണ്ണം എത്തിയത് കേരളത്തിലേക്കാണെന്ന് കമ്പനിയിൽ നിന്നും വിവരം ലഭിച്ചു. ഇതിൽ 6 എണ്ണം തൃപ്പൂണിത്തറയിലെ ഒരു ആശുപത്രിയിലേക്കായിരുന്നു എത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആ 6 ശസ്ത്രക്രിയകളുടെയും വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. അവിടെ നിന്നാണ് പോലീസിന് കൊല്ലപ്പെട്ട ആളിലേക്കുള്ള തുമ്പ് ലഭിക്കുന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞ 5 പേരുടെ വിവരങ്ങൾ ലഭ്യമായെങ്കിലും ഒരാൾ മാത്രം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി. തൃപ്പൂണിത്തറ സ്വദേശിനിയായ ശകുന്തള എന്ന സ്ത്രീയായിരുന്നു അത്. തുടർന്ന് പോലീസിന്റെ അന്വേഷണം എത്തിനിന്നത് ശകുന്തളയുടെ മകളായ അശ്വതിയിലായിരുന്നു. സ്കൂട്ടറിൽ സഞ്ചരിക്കവേ അപകടം പറ്റി 2016 സെപ്റ്റംബർ 2 അമ്മ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത് എന്ന് അശ്വതി പറഞ്ഞു. ഇതുകൂടാതെ പോലീസിന് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി അശ്വതിയിൽ നിന്നും ലഭിച്ചു. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ശകുന്തളയുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം.
ഉദയംപേരൂർ സ്വദേശികളായ ശകുന്തളയ്ക്കും ദാമോദരനും അശ്വതി, പ്രമോദ് എന്നീ 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടെ ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ ഉൾപ്പെട്ട് ദാമോദരൻ ജയിലിൽ പോയി. മകൾ അശ്വതി അയൽവാസിയായ ഒരു യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ചെയ്തു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് ദാമോദരൻ പുറത്തിറങ്ങുകയും ശകുന്തളയുമായി കലഹം പതിവാവുകയും ചെയ്തു. ഒടുവിൽ സഹിക്കവയ്യാതെ ശകുന്തള ഭർത്താവിനെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്നും മകനെയും കൂട്ടി മറ്റൊരു വാടക വീടെടുത്ത് താമസം മാറി. ഇതിനിടയിൽ മകനായ പ്രമോദ് ഒരു അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടതിനെ തുടർന്നുള്ള മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പിന്നീട് കുറേക്കാലം ശകുന്തള ആ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഇതിനിടയിലാണ് മകൾ അശ്വതി ഭർത്താവുമായി വേർപിരിഞ്ഞ 2 കുട്ടികളുമായി ശകുന്തളയ്ക്കടുത്തെത്തി താമസമാക്കുന്നത്. നാട്ടിലെത്തിയ ശേഷമാണ് മകൾ സജിത്ത് എന്ന SPCAയിലെ ഒരു ഇൻസ്പെക്ടറുമായി അടുപ്പത്തിലാകുന്നത്. എന്നാൽ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ ഒരാളുമായുള്ള മകളുടെ ബന്ധം ശകുന്തളയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. മകളുമായുള്ള ബന്ധം ഭാര്യയെയും ബന്ധുക്കളെയും അറിയിക്കുമെന്ന ശകുന്തള ഇടയ്ക്കിടെ സജിത്തിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് ശകുന്തളയ്ക്ക് അപകടം സംഭവിക്കുന്നത്. 2 ശസ്ത്രക്രിയകൾക്ക് വിധേയയായ ശകുന്തള കാലിന് പ്ലാസ്റ്ററിട്ട വീട്ടിൽ കിടപ്പിലായി. ഈ സമയം ശകുന്തളയും അശ്വതിയും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ഇതിനിടയിൽ ശകുന്തളയ്ക്ക് ചിക്കൻ ബോക്സും പിടിപെട്ടു. ശകുന്തള എന്തുകൊണ്ടും ഒരു ശല്യം തന്നെയാണെന്ന് മനസ്സിലാക്കിയ സജിത്ത് അവരെ കൊലപ്പെടുത്തി ശല്യം ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതിനായി ആദ്യം വീട്ടിൽ വെള്ളം നിറച്ചു വെക്കാനാണെന്ന് പറഞ്ഞ് സുഹൃത്തായ ഓട്ടോ ഡ്രൈവറോട് ഒരു വലിയ വീപ്പ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കൊല നടത്താനുള്ള ഒരു ദിവസം തീരുമാനിച്ച ശേഷം അശ്വതിയെയും മക്കളെയും സജിത്ത് വീട്ടിൽ നിന്നും ഒഴിവാക്കി മറ്റൊരിടത്തേക്ക് പറഞ്ഞയച്ചു. അയൽക്കാരോട് പറഞ്ഞിരുന്നത് ശകുന്തളയെ കോട്ടയത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നായിരുന്നു. വീട്ടിൽ തനിച്ചായ ശകുന്തളയെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം വീപ്പയ്ക്കുള്ളിലാക്കി കോൺക്രീറ്റ് ഇട്ട് മൂടി. ശേഷം സുഹൃത്തുക്കളായ 5 പേരെ വിളിച്ച് വീപ്പയ്ക്കുള്ളിൽ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളാണെന്നും ഇത് കായലിൽ കൊണ്ടുപോയി കളയാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു. സജിത്ത് ഒരു മൃഗപീഡന നിരോധന വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ ആരും തന്നെ സംശയിച്ചതുമില്ല. മൃതദേഹം കായലിൽ ഉപേക്ഷിച്ച ശേഷം സജിത്ത് എരുവേലിയിലെ വീട് ഉപേക്ഷിച്ച് കുരീക്കാട് മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് കാമുകിയെയും മക്കളെയും അവിടേക്ക് മാറ്റി. ഇതോടെ നാട്ടിലുള്ളവരെല്ലാം ശകുന്തളയെ മറന്നു. സജിത്ത് ഇടയ്ക്കിടെ കാമുകിയെ കാണാനായി എത്തുകയും ചെയ്തിരുന്നു. ഒരിക്കലും ഈ കൊലപാതകം പുറലോകം അറിയില്ല എന്ന് തന്നെയായിരുന്നു സജിത്ത് വിശ്വസിച്ചിരുന്നത്. 2018 ജനുവരി 8 എന്ന ആ ഒരു ദിവസം വരെ. ജനുവരി 8-ാം തീയതി വീപ്പയ്ക്കുള്ളിൽ നിന്നും മൃതദേഹം ലഭിച്ചുവെന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഒരിക്കലും പുറംലോകം അറിയില്ലെന്ന് കരുതിയ ആ ക്രൂരകൃത്യം നാടറിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ സജിത്ത് ഭയപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ പരക്കം പാഞ്ഞു. ഇവിടെയാണ് ഞാൻ നേരത്തെ അശ്വതിയുടെ വാക്കുകൾ കേട്ട് പോലീസ് ഞെട്ടിയെന്ന് പറഞ്ഞത്. അതെ, സജിത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. വീപ്പയിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന്റെ പിറ്റേ ദിവസം സജിത്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിടിക്കപ്പെടുമോ എന്ന ഭയത്താൽ സജിത്ത് സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നായിരുന്നു പോലീസിന്റെ ഭാഷ്യം. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത് ഹൃദയസ്തംഭനം മൂലമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കൊല ചെയ്തയാൾ മരണപ്പെട്ടതോടെ പോലീസിന്റെ അന്വേഷണം വഴിമുട്ടി. പിന്നീട് കൊലപാതകത്തിൽ ശകുന്തളയുടെ മകൾക്ക് പങ്കുണ്ടോ എന്നതായിരുന്നു പോലീസിന്റെ അടുത്ത സംശയം. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മൊഴികളിലുണ്ടായ വൈരുദ്ധ്യവും അതിനൊരു പ്രധാന കാരണമായി മാറി. അശ്വതിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. എന്നാൽ നുണപരിശോധനയ്ക്ക് അവർ സമ്മതിച്ചില്ല. ഓട്ടോ ഡ്രൈവറെയും വീപ്പ കായലിൽ തള്ളിയവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തുവെങ്കിലും ഇവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്താനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല. കൊലപാതകത്തിൽ അശ്വതിക്കുള്ള പങ്ക് കണ്ടെത്താൻ കഴിയാതിരുന്നതോടുകൂടി 7 മാസങ്ങൾക്ക് ശേഷം ആ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസിൽ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവിടെ അവശേഷിക്കുകയാണ്.